ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛൻ ആഹാരകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ചെറിയച്ഛൻ മാത്രമേ ഇവിടെ ഉള്ളൂ. ഭക്ഷണം കഴിക്കാതിരിക്കല്ലേ. ഭരണകാര്യങ്ങളുണ്ട്, മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ അങ്ങ് നടക്കും. മറ്റു മന്ത്രിമാർക്കൊക്കെ അസുഖം വരാറില്ലേ? ഇതൊക്കെ അച്ഛനൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ ശ്രദ്ധിക്കാം മോളെ. ഋതു, നമുക്ക് ഇറങ്ങാൻ സമയേ. വാ. ഹോം മിനിസ്റ്റർ വന്നോ രാജു? അദ്ദേഹം വന്നിട്ടില്ല. ഞാനും ഋതുവും കൂടി ഹോസ്പിറ്റലിന്റെ മുമ്പിൽ കാത്തു നിൽക്കാം. വക്കീൽ എന്ത് പറഞ്ഞു? ജാമ്യം ഉറപ്പായിട്ടും കിട്ടുമെന്നാ അദ്ദേഹം പറയുന്ന. എന്നാ പിന്നെ ധൈര്യമായിട്ട് പോ. ഞാനിന്ന് ഡിസ്ചാർജ് ആയി വരും. നമുക്ക് നേരിടാം. ഞാൻ പോട്ടെ അച്ഛാ. പോട്ടെ എന്നല്ല പറയേണ്ടത്, പോയിട്ട് വരട്ടെ എന്ന് പറ. എന്റെ മോള് പോയി വാ, ഒന്നും വരില്ല. ഉറപ്പായി നിനക്ക് ജാമ്യം കിട്ടും. പോയിട്ട് വാ. ഭഗവാനെ, എന്റെ കുഞ്ഞിനെ നീ കാത്തോളണേ. ഋതു, കരയാതെ. ഋതുമോളെ, ചെറിയമ്മായിക്ക് കണ്ണീര് ഒഴുകുവാണല്ലോ. എന്റെ മോള് പോയിട്ട് വാ. രാജുണ്ടല്ലോ കൂടെ. ഒന്നും പേടിക്കണ്ട. കോടതിന്ന് മോൾക്കെതിരായി ഒന്നും ഉണ്ടാവില്ല. ഏട്ടന്റെ കൂടെ മറ്റാരും ഇല്ലല്ലോ മോളെ. അതാ ചെറിയച്ഛൻ കോടതിയിൽ വരാത്തെ. ചെറിയച്ഛൻ വരണ്ട. അച്ഛനൊറ്റയ്ക്ക് വിഷമിക്കും. ശേഖരൻ സാറ് മാറിയ അംബിക വരും സാറിന്റെ അടുത്തേക്ക്. സാറിന്റെ സ്വസ്ഥതയും സമാധാനവും പോവും. മോൾക്ക് ഇങ്ങനെ ഒരു ആപത്ത് വന്നതിൽ സന്തോഷിക്കുക അമ്മയും മകനും. ആഘോഷിക്കട്ടെ. ആ പുളുവനായ എന്റെ ആങ്ങള എന്നെ പറ്റി എന്തോ കമന്റ് പറയുന്നുണ്ട്. ഇന്ന് ചെല്ലട്ടെ കോടതിയിലോട്ട്. ഈ പോക്ക് ഒരു പോക്കാണെന്ന് ഇവളുണ്ടോ അറിയുന്നു. ഞാൻ പോയിട്ട് വരാൻ ചെറിയമ്മ. മോൾക്ക് ടെൻഷനൊന്നും വേണ്ട. എന്തിനാ ടെൻഷൻ? എന്നെ ഇതൊന്നും തളർത്തില്ല ചെറിയമ്മ. എന്നെ കാത്തുരക്ഷിക്കാൻ ഞാനും നിങ്ങളുമല്ല, ഒരു ദൈവം കൂടി മുകളിലുണ്ട്.